ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേലി ചരക്ക് കപ്പലിലെ മലയാളികളടക്കമുള്ള ജീവനക്കാരുടെ മോചനം ഇനിയും നീളും. ജീവനക്കാരെ വിട്ടയച്ചുവെന്ന് ഇറാൻ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരെ നാട്ടിലേക്ക് അയക്കാൻ കപ്പൽ കമ്പനി തയ്യാറായിട്ടില്ല. ഇതേ തുടർന്നാണ് ജീവനക്കാരുടെ മോചനം അനന്തമായി നീളുന്നത്. MSC ഏരീസ് കപ്പൽ കഴിഞ്ഞ മാസം ഇറാൻ പിടിച്ചെടുത്തത്. ഇസ്രയേൽ ഇറാൻ സംഘർഷം ശക്തമായതിന് പിന്നാലെയായിരുന്നു ഇത്. ഇസ്രയേൽ കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള കപ്പലിലുള്ളവരെ മോചിപ്പിച്ചതായി അറിയിച്ചിരുന്നു. എന്നാൽ കപ്പൽ ഇറാന്റെ കസ്റ്റഡിയിൽ തന്നെ തുടരും. വിട്ടുകൊടുക്കുന്ന കാര്യം അന്തിമമായിട്ടില്ല. പിടിച്ചെടുത്ത കപ്പലിൽ മലയാളികളടക്കം 25 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യക്കാരായി 17 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ സുരക്ഷിതമായി എത്തിയിരുന്നു. കപ്പലുണ്ടായിരുന്ന ഏക വനിതയായിരുന്ന ആൻ ടെസ ജോസഫിനെയാണ് വിട്ടയച്ചത്. ബാക്കിയുള്ളവരുടെ മോചനകാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മാനുഷിക പരിഗണന മാനിച്ചാണ് കപ്പലിലുള്ളവരെ വിട്ടയച്ചതെന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരുന്നു. അവർക്ക് നാട്ടിലേക്ക് മടങ്ങാമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതാണ് ഇപ്പോൾ നീണ്ടുപോകുന്നത്. വിദേശകാര്യ മന്ത്രാലയം അടിയന്തരമായി ഇടപെടണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. അതേസമയം കപ്പലിൽ തന്നെ തുടരാനാണ് ജീവനക്കാർക്ക് കമ്പനി നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന കാര്യത്തിൽ കമ്പനി വിശദീകരണവും നൽകിയിട്ടില്ലെന്നും കപ്പലിലെ മലയാളികളുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ്, പാലക്കാടുകാരൻ സുമേഷ്, വയനാട്ടിൽ നിന്നുള്ള PV ധനേഷ് എന്നിവരാണ് കപ്പലിലെ മലയാളികൾ. ഈ കപ്പലിലേക്ക് പകരം ജീവനക്കാരെ കമ്പനി നിയോഗിച്ചാൽ മാത്രമേ ഇവരുടെ മോചനം സാധ്യമാകൂ എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ ഇന്ത്യ ചർച്ചകൾ നടത്തിയതിനെ തുടർന്ന് കപ്പലിലെ വനിതയെ വിട്ടയച്ചതാ. എന്നാൽ വിദേശകാര്യ മന്ത്രാലയം കൂടുതൽ സമ്മർദ്ദം ചെലുത്തി എല്ലാവരെയും നാട്ടിലെത്തിക്കണമെന്നായിരുന്നു ആവശ്യം. ഇസ്രയേൽ ബിസിനസ്സുകാരനായ ഇയാൽ ഓഫറാണ് ഈ കപ്പലിൻ്റെ ഉടമ. ഇറാൻ ഇത് പിടിച്ചെടുക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്കിലായിരുന്നു സഞ്ചരിച്ചത്. ജനുവരിയിൽ ഇതുപോലെ തന്നെ ഒരു ടാങ്കർ ഇറാൻ പിടിച്ചെടുത്തു. ഇറാന്റെ സമുദ്രപാതയിലേക്ക് പ്രവേശിച്ച കപ്പൽ സുരക്ഷാ ഭീഷണി ഉയർത്തിയതായിട്ടും അതുകൊണ്ട് തന്നെയാണ് പിടിച്ചെടുത്തതെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരുന്നു.